ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ യഥാർത്ഥവുമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ വാക്കിന് വില കൽപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുന്നു. കർത്താവേ, ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. അർത്തുന ശൗധ അടകസ്യ രഹസ്യ മനാഹത്യ. കർത്താവേ, പലരും രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച്, വർഷങ്ങൾ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. ശൂന്യാവസ്ഥ, ജീവിതത്തിൽ ശൂന്യാവസ്ഥയിൽ ഉള്ള അനേക വ്യക്തിമണ്ഡലങ്ങളുണ്ട്. കർത്താവേ, ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കഴിക്കുവാൻ സാധിക്കണമേ. കർത്താവേ, കുടുംബത്തിൻ്റെ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ മാറട്ടെ, ശൂന്യാവസ്ഥകൾ ഭവനത്തിൽ നിന്നും മാറട്ടെ. ഒരു നിറഞ്ഞ അവസ്ഥയെ കൽപ്പിക്കുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് പിന്നിൽ മറിച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ശിമിയോനും കൂട്ടരും രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് എന്നും ഒന്നും കിട്ടാത്ത അവസ്ഥ. ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, രാത്രി മുഴുവനും അധ്വാനിച്ച ഒരു മുക്കുവൻ്റെ സാഹചര്യം, അവൻ്റെ ഭാരമാണ്. കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ച് ഇങ്ങനെ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. കർത്താവേ, ഞാൻ ഒരുപാട് അധ്വാനിച്ച് ഒന്നുമില്ല. കർത്താവേ, സമാധാനമില്ല, സന്തോഷമില്ല, ഒരു സമൃദ്ധിയില്ല, കുടുംബത്തിനൊരു ഒരു 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 അനുഗ്രഹമില്ലെന്ന് പറയുന്ന വ്യക്തിമണ്ഡലമേ, നീ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ ഇന്ന് തയ്യാറെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ ഭവനത്തെ, നിൻ്റെ ഭവനമായ പടകിനെ അവൻ നിറയ്ക്കുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില കുടുംബത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? അവൻ ഗനസോറും തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവൻ തിക്കിക്കൊണ്ടിരിക്കിയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ട് അവയിൽ നിന്നും മീൻ പിടിക്കുവാൻ ഇറങ്ങി വല കഴുകുകയായിരുന്ന ആ പടകിൽ ശിമയോനുള്ളതായ ഒന്നിൽ യേശു കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ ശിമയോൻ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്നുത്തരം പറഞ്ഞു. അതിന് ശിമയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരു മുക്കുവനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ ഓരോ മത്സ്യബന്ധന സമയവും, ഓരോ ദിവസവും, മത്സ്യം പിടിക്കുവാൻ പോകുന്ന ഓരോ ദിവസവും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. എന്നാൽ ഒരു മുക്കുവനെ സംബന്ധിച്ചോളം അവൻ ഇന്ന് മത്സ്യം പിടിക്കണമെങ്കിൽ 2 ദിവസം മുന്നേ ചില ക്രമീകരണം ചെയ്യുവാനുണ്ട്. ഒന്ന്, അവൻ്റെ വഞ്ചി ഈ കാലഘട്ടത്തെ പോലെയല്ല. പഴയകാലത്തെ പടകുകളെല്ലാം തടി കൊണ്ടുള്ള പടകുകളായിരുന്നു. അപ്പോൾ പടകിനെ നോക്കണം. പടകിന് ചോർച്ചയുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് പരിഹരിക്കണം. 2, ഈ മത്സ്യം പിടിക്കുവാൻ പോകുന്നത് ഒരു
റോപ്പ് പോലുള്ള സാധനങ്ങളുണ്ട്, അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കണം, അതിൻ്റെ ക്ലിയർ ചെയ്യണം. മൂന്നാമത് ഇവർ പോകുന്ന മത്സ്യം പിടിക്കുവാൻ കൊണ്ടുപോകുന്ന വലകളെ ശരിയാക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യം പിടിക്കുവാൻ പോയി കീറിയ അവസ്ഥകളുണ്ട്. എന്നാൽ ആ കീറ്റലകളെ എല്ലാം തുന്നിച്ചേർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു മുക്കുവനെ സംബന്ധിച്ചോളം ഓരോ മത്സ്യം പിടുത്തത്തിനും അതിന് മത്സ്യം പിടിക്കുന്നതിനപ്പുറമായി അതിന് മുന്നായി ചില ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട്. ഈ ശിമയോനും കൂട്ടരും അതായിരുന്നു. അവർ അതിൻ്റെ 2 ദിവസത്തിന് മുന്നേ തന്നെ വലകളും പടകെല്ലാം ശരിയാക്കി വളരെ ആഗ്രഹത്തോടെയാണ് ഓരോ മുക്കുവനും യാത്ര ചെയ്യുന്നത്. മുക്കുവനെ സംബന്ധിച്ചോളം അവൻ മത്സ്യം പിടിക്കുവാൻ മാത്രമേ അറിയത്തുള്ളൂ. അവൻ വളരെ ആശയോടെ കടന്നുപോയി. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ തകർന്നിരിക്കുന്ന ശിമയോനും കൂട്ടരും. ഇവർ സാധാ മുക്കുവന്മാരല്ല. ആ തടാകത്തെ, കടലിനെയും തടാകങ്ങളെയും ഓളങ്ങളെയും മത്സ്യങ്ങൾ എവിടെ ജനിക്കുമെന്ന് അറിയുന്ന വളരെ വ്യക്തമായ മുക്കുവന്മാരാണ്. ഇവർ വളരെ പാണ്ഡിത്യമുള്ളവരാണ്. മത്സ്യബന്ധനത്തിൽ വളരെ പരിചയസമ്പന്നരായ മുക്കുവന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിലും നീ പരിചയസമ്പന്നനാണ്, ഞാൻ ഉന്നതനാണ്, ഞാൻ ഉന്നത ജോലിയുള്ളവനാണെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, നീ ഒന്നുമല്ലെന്ന് എവിടെ സമർപ്പിക്കുന്നുവോ അവിടെ നിൻ്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു യേശുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ പടകിൽ നിന്ന് പ്രസംഗിച്ചവൻ എൻ്റെ യേശു കർത്താവ് മാത്രമാണ്. വലിയൊരു കൂട്ടം പുരുഷാരം തടാകത്തിൻ്റെ കരയിൽ കൂടിയപ്പോൾ അതേ യേശുവിനെ നിന്ന് തിരിയുവാൻ, മണ്ണ് വാരിയിടുവാൻ പറ്റാത്ത അത്രമാത്രം ജനം, രാത്രി മുഴുവനും അധ്വാനിച്ച ശിമയോനെയും കൂട്ടരുടെയും പടകിൽ കയറിയ യേശുവിന് ഒരു പദ്ധതിയുണ്ട്. ഇന്ന് ചില പടകിൽ കടന്നു വരുന്ന യേശുവിന് പദ്ധതിയുണ്ട്. നിൻ്റെ പടകിൽ ഇന്ന് കയറുന്ന എൻ്റെ യേശുവിൻ്റെ പദ്ധതി എന്താണെന്നറിയാമോ? നിൻ്റെ പടകിനെ നിറയ്ക്കുക, നിന്നെ മാറ്റുക എന്നുള്ള വ്യത്യാസമാണ്. നിൻ്റെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ യേശുവിൻ്റെ വാക്ക് നീ അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിൻ്റെ ശൂന്യമായ പടകുകളെ നിറയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. അർക്കോ ഷബല ഹടക ശംധുര സികവന ഹസ്തിയ മർത്തേ ഹബു ശമന ഘടകസ്യ. എൻ്റെ പ്രിയ സഹോദര, പ്രിയ മാതാവേ, അതേ അധ്വാനിച്ച് ഒന്നുമില്ലാതെ ശൂന്യതയിൽ നിലവിളിക്കുന്ന വ്യക്തിമണ്ഡലമേ, നിൻ്റെ പടക് യേശുവിന് വിട്ടുകൊടുക്കുവാൻ നീ ഇന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ പടകിനെ ശൂന്യതകളെ മാറ്റി നിറയ്ക്കുമെന്ന് ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ശൂന്യതയിൽ നിന്നും സർവത്തെയും ഉണ്ടാക്കിയവനായ ദൈവം, ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം. പ്രിയ വ്യക്തിമണ്ഡലമേ, പ്രിയ മാതാവേ, നീ ശൂന്യതയോടെ കരയുന്നു, ശിമയോനെ പോലെ കരയുന്നു. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിൻ്റെ ഈ വിഷയത്തിൻ്റെ മേൽ ഞാൻ എങ്ങനെ പരിഹരിക്കും? എൻ്റെ മകളുടെ ഈ പഠിത്തത്തിന് ഫൈനാൻസ് വേണം, എൻ്റെ ഭവനം വെക്കുവാൻ പൈസ വേണം. അത് വളരെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, നിനക്കായി അവൻ പുതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നിൻ്റെ ശൂന്യമായ പടകുകളെ നിറയ്ക്കുവാൻ, നീ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിൻ്റെ പടകുകളെ നിറയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒരിക്കലും ഒരു മുക്കുവൻ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ചാൽ ഒരു മത്സ്യം പോലും കിട്ടാത്ത ലോകത്തൊരു മുക്കുവന്മാർ പോലുമില്ല. എന്നാൽ ഈ ശിമയോനെയും കൂട്ടരെയും അങ്ങനെയല്ല. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒരു മത്സ്യം കിട്ടാത്ത ഏതെങ്കിലും മുക്കുവന്മാരുണ്ടെങ്കിൽ അത് ശിമയോനും കൂട്ടരും മാത്രമാണ്. ഈ ശിമയോൻ്റെ പടകിലുള്ളവർ മാത്രമാണ്. ലോകത്തിലുള്ള മുക്കുവനോട് നീ ചോദിച്ചാൽ, പ്രിയ മുക്കുവ, നീ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലയോ എന്ന് ചോദിച്ചാൽ, ഒന്നും കിട്ടിയെന്നല്ല പറയുന്നത്, അതേ കിട്ടി, അല്പം മത്സ്യം. എത്രക്കം ഇല്ലെന്ന് പറഞ്ഞാലും ഒരു
10, 50, 100 മത്സ്യം എങ്ങനെ ആയാലും ഒരു മുക്കുവൻ്റെ അതേ വലയിട്ടാൽ കയറും, ഒന്നുമില്ലാത്തിടത്ത്. എന്നാൽ ഈ ശിമയോനും കൂട്ടരുടെയും അങ്ങനെയല്ലായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് അവർ ഓരോ വലയിടുമ്പോഴും വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ഓരോന്ന് ചെയ്യുമ്പോഴും വളരെ പ്രതീക്ഷതയോടെ ചെയ്ത്, എന്നാൽ ചില ബിസിനസ് മേഖലകൾ ശൂന്യതാവുവാൻ ഇടവന്നു. എന്നാൽ നീ ഇന്ന് നിൻ്റെ ആ ബിസിനസ് മേഖലകളെ, ആ ജോലി മേഖലയെ ഒന്ന് കർത്താവിനെ സമർപ്പിച്ചാൽ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ അവൻ ശൂന്യതകളെ പണിയുന്ന ദൈവമാണ്. അവൻ നിൻ്റെ ശൂന്യതകളെ നിറയ്ക്കുന്ന ദൈവമാണ്. ആ ശിമയോനെ പോലെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ പടകിനെ നിറയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ശിമയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിൽ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവർ അങ്ങനെ ചെയ്തപ്പോൾ ശിമയോനും കൂട്ടരും അവൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ, യേശുവിൻ്റെ വാക്ക് നീ അനുസരിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിൻ്റെ ശൂന്യതകളെ അവൻ മാറ്റി ശിമയോൻ്റെ പടകിനെ നിറച്ച കർത്താവ്, പ്രിയ വ്യക്തിമണ്ഡലമേ, കുടുംബത്തിൽ ശൂന്യമായിരിക്കുന്ന വ്യക്തിമണ്ഡലമേ, വർഷങ്ങളായി അധ്വാനിച്ച് ഒരു മിച്ചവുമില്ല, ഒരു ഏറ്റവുമില്ല, ഒരു ഉയർച്ചയുമില്ലെന്ന് പറയുന്ന വ്യക്തിമണ്ഡലമേ, നീ നിന്നെ തന്നെ കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ അവൻ നിൻ്റെ പടകുകളെ നിറയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വലക്കീറുമാറായി അവർ മറ്റു പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടകിൽ 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആയതുകൊണ്ട് എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ, അവർ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്തിടത്ത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. എന്നാൽ യേശു പുരുഷാരത്തോട് സംസാരിച്ചപ്പോൾ ഹൃദയങ്ങളെ അറിയുന്നവനായ ദൈവം, അവരുടെ ഹൃദയത്തിൻ്റെ ഇടുപ്പുകളെ അറിയുന്നവനായ ദൈവം, അവരുടെ ഞെരുക്കങ്ങളെ അറിയുന്ന ദൈവം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നിൻ്റെ ഭാരങ്ങളെയും വിഷമങ്ങളെയും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉൾആയങ്ങളെയും അറിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതെൻ്റെ യേശു കർത്താവാണ്. ആ കർത്താവ് നിൻ്റെ ഭാരങ്ങളെ ശിമയോനെ പോലെ ഞെരുങ്ങുന്ന വ്യക്തിമണ്ഡലമേ, നീ അവൻ്റെ വാക്ക് അനുസരിച്ച് അവൻ്റെ വചനമനുസരിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതികളെ മാറ്റുമെന്ന്, നിൻ്റെ ബിസിനസ് മേഖലയുടെ സ്ഥിതികളെ മാറ്റുമെന്ന്, നിൻ്റെ ചില കടഭാരത്തിന് ദൈവം വഴികളെ തുറക്കുമെന്ന് ചില വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ശിമയോനെ പോലെ ഇന്ന് അനുസരിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നീ ആഴത്തിലേക്ക് വലയിറക്കിയാൽ അതേ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിൽ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറുമാറായി. അവർ മറ്റു പടകുകളെ കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ മാടി വിളിച്ചു. അവർ വന്ന് പടകിൽ 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനായ ആകൊണ്ട് എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഉന്നത ഭാവങ്ങളെ വിട്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന്, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അവൻ മനസ്സലിവുള്ള ദൈവമാണ്. നിശ്ചയമായി നിന്നെ ക്ഷമിക്കുന്നവനായ ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അവൻ വിട്ടുപോകണമെന്ന് പറഞ്ഞ് അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനോടുകൂടി അവർക്കെല്ലാവർക്കും ഭ്രമം പിടിച്ചു. ശിമയോൻ പടയാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കളും അവണ്ണം തന്നെ യേശുവിനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞു.
പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച് സ്ഥലം വിട്ട് അവനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ യേശുവിനെ അനുഗമിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ, നിൻ്റെ പടകുകളെ നിറയ്ക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.